ജെ സുധാകരൻ പാർട്ടി വിടുമെന്ന് കരുതിയിരുന്നില്ലെന്ന് VSന്റെ മകൻ VA അരുൺകുമാർ. പ്രശ്നങ്ങൾ പാർട്ടിയോടായിരുന്നു പറയേണ്ടിയിരുന്നത്. പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എനിക്കും. ഞങ്ങളെല്ലാം പാർട്ടി കുടുംബമാണ്. പാർട്ടി ശരിയായ തീരുമാനങ്ങൾ എടുത്തു. ഈ നാടിന് ആദ്യ പരിഗണന പാർട്ടി മാത്രമാണ്. അതനുസരിച്ചാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഇത് പാർട്ടി ഗ്രാമമാണ്. പാർട്ടിയിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ജി സുധാകരനാണെന്നും അരുൺകുമാർ പറഞ്ഞു. നാട് വിപ്ലവഭൂമിയാണ്. അവിടെ ഇപ്പോൾ പക്ഷേ പാർട്ടിയിൽ തന്നെ നിർത്തേണ്ടതെന്ന് സുധാകർ സാറാണെങ്കിലും പാർട്ടിയാണെങ്കിലും തമ്മിൽ തെറ്റി. സുധാകർ സാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു. അത് എത്രത്തോളം ഒരു വൃത്തമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അപ്പോൾ അദ്ദേഹം വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പുന്നപ്ര വേല സമര നടന്നതിൻ്റെ സാക്ഷികളുടെ മണ്ണാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം പ്രസ്ഥാനവുമായിട്ട് ജനങ്ങൾ അത്രയും ബന്ധപ്പെട്ട ഒരു നാടാണ്. അപ്പോൾ അതനുസരിച്ച് ആണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെയാണ്, പാർട്ടി കുടുംബങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനെല്ലാം ആ ആംഗിളെല്ലാം കവർ ചെയ്താണ് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ജി സുധാകരനുമായി കൂടുതൽ അടുപ്പമുള്ള കുടുംബം കൂടിയാണല്ലോ. അപ്പോൾ പാർട്ടി വിട്ട് വേദനയിലാക്കി വേദനിപ്പിച്ചോ? അല്ല, സുധാകരൻ മാവൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. പിന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അടിസ്ഥാനപരമായി നമ്മളെല്ലാം പാർട്ടി കുടുംബമാണ്. പാർട്ടി തീരുമാനങ്ങളാണ് നടപ്പായി പോകുന്നത്. പാർട്ടി വളരെ കൃത്യമായ ശരിയായ തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിനും അദ്ദേഹം വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നു. ജി സുധാകരൻ പറയുന്നൊരു കാര്യം, പാർട്ടി വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പാർട്ടിക്ക് അക്കാര്യത്തിലൊരു വീഴ്ച വന്നിട്ടുണ്ടോ? പാർട്ടി പരിഗണിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ടോ? അല്ല, അതൊക്കെ വിശദമായി ബേബിസാബ് പറഞ്ഞു. അതിലേക്ക് കടക്കില്ല. ഈ നാടിൻ്റെ ഒരു പാരമ്പര്യമുണ്ടല്ലോ. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വിപ്ലവഭൂമിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പാർട്ടിയാണ് എല്ലാം എന്ന് കരുതുന്ന ജനങ്ങളും അതിൻ്റെ പിന്മുറക്കാരും ജീവിക്കുമ്പോൾ ഇത്രയും ഒരു സമന്വിതനായ ഒരു നേതാവ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു വിഷമം കൂടിയല്ലേ പാർട്ടി അണികൾക്കുള്ളത്? തീർച്ചയായും പാർട്ടി അണികൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് എല്ലാം എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി പാർട്ടി തന്നെയാണ്. ഇതൊരു വിപ്ലവ ഭൂമിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നാടാണ്. ആ ഒരു വികാരമാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഫസ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. എന്ത് വിഷയങ്ങളുണ്ടായാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് എല്ലാവരുടെയും വിചാരം. ഈ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്കൊരു പ്രതിസന്ധിയാകുമോ? ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും